മുന്ന വരൂ. എന്താ പറഞ്ഞത്? കഥ പറയുന്നു. ഒരു കഥ ചെല്ലട്ടുമോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, അതാണ് കഥ. ഇല്ലില്ല, നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. ഞാനൊരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് ആയിരുന്നു, ഒട്ടും പ്രതീക്ഷയില്ല. ഐ ലിവ് ഇൻ ചെന്നൈ. ഞാനിപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് പോകുന്നു. ഞാനപ്പോൾ ആക്ച്വലി ട്രാവലിംഗ് റൈറ്റ് കോഴിക്കോട് പോകണം. അപ്പോൾ ആ വഴി ഞാൻ ഫെയ്ത്തിൻ്റെ കയറി. സോ ഐ വിഷിംഗ് ഫെയ്ത്ത് ഗുഡ് ലക്ക് ആൻഡ് റുബേക്ക ഗുഡ് ലക്ക്. സച്ച് എ സ്വീറ്റ് ഗായ്. കാരണം ഞങ്ങൾ വി ഗോണ വർക്ക് ആൻഡ് ഫിലിം ടുഗദർ. അതിനെക്കുറിച്ചൊക്കെ ഞാനിപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല, കാരണം സർപ്രൈസ്. So there'll be a very big announcement very soon. We're going to do a Tamil film together. Wishing good luck. അതൊക്കെ തന്നെയാണ് പറയാനുള്ള. കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കഥകൾ നമ്മളെക്കാളും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ പിള്ളേരെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. സുനിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന് പറയുന്ന ചിത്രം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. നിരവധി അനവധി കഥകൾ അത് ബേസ് ചെയ്ത് പറയാനുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ എനിക്ക് തോന്നുന്ന വരുന്നുണ്ട്. അപ്പോൾ ചാക്കോച്ചനായിരിക്കും അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് ആ കാര്യങ്ങൾ പറയാൻ എന്താ പറയുക, അനുയോജ്യനായ വ്യക്തി. അപ്പോൾ എല്ലാവരും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് റബേക്ക എന്നല്ല ഞാൻ വിളിക്കുന്നത്, ഞാൻ കാവ്യ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ കാവ്യ കണ്ടുകൊണ്ടിരിക്കുക, കാവ്യയുടെ അച്ഛമ്മയായിട്ട്. ഞാൻ ആദ്യം റബേക്ക കാണുന്നത് തിരുവമ്പാടി തമ്പാൻ എന്ന് പറയുന്നൊരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ്. അന്ന് ഇവൾ വളരെ ചെറിയ കുട്ടിയാണ്, ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. അങ്ങനെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഉള്ള ഒരു വലിയ സൗഹൃദമാണിത്. എപ്പോഴും ഏട്ടൻ്റെ കാര്യങ്ങൾ ഇവിടെ കൂടെ പറയാറുണ്ട്. ഏട്ടൻ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സിനിമ കണ്ടു, ഞങ്ങൾ ഒരു ദിവസം 3 സിനിമ കണ്ടുവരുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയും വലിയ ഒരുപാട് സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും, 2 പേർക്കും എല്ലാ ആശംസകളും നേരുന്നു. നീ കഴിയുന്നതും വേഗം ഒരു 4-5 കുട്ടികളെ ഒരുമിച്ച് പ്രസവിക്കണം. അപ്പൊ ഏതായാലും വരാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇനി നമുക്ക് കാണണ്ടേ? പിന്നെ ഇത് കഴിഞ്ഞിട്ടാണോ നമുക്ക് കാണുന്നത്? പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, അവിടെ വിളിക്കണം സ്റ്റേജിലോട്ട്. അതുകൊണ്ട് രതീഷുണ്ട്. ശരിയോ? എന്റെ വലിയ ആരാധികമാരാണ് 2 പേരും. ശരിയാ. ഞങ്ങൾക്ക് കാണുന്നില്ലേ? ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എപ്പോഴും പറയും സർപ്രൈസ് വാലന്റൈൻസ് ഡേ ആണ് വാലന്റൈൻസ്. താങ്ക് യു.
പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ പറയുന്നത് ഇത്ര പഞ്ചൊക്കെ ഇട്ടിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നൊക്കെ കുറച്ച് പറഞ്ഞു. മാസം അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നുമില്ല. നമ്മൾ അന്ന് പ്രൊമോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് ഏട്ടൻ തന്നെ എടുത്ത ഒരു ഷോട്ട് കണ്ടിട്ട് ഏട്ടൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അത് എന്താ പറഞ്ഞു, അതൊന്നും എനിക്ക് കേൾക്കണം പ്ലീസ്. അത് എന്താ സംഭവിച്ചത് ഇപ്പൊ പറയുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. അല്ല, ആ ഷോട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കളർഫുൾ ചുമ്മാ നല്ല രസമല്ലേ? ചെറുതായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിട്ട് അല്ലേ? യെസ്, നന്നായിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു. കഴിഞ്ഞ ദിവസത്തെ കാര്യോട് പറയണ്ട, ഫോൺ വിളിച്ചത് ഒന്നും പ്രാങ്ക് നടത്താൻ നോക്കിയതല്ല, ചീറ്റി പോയി. എല്ലാം ഞാൻ പെട്ടിലാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു. പിന്നെന്താണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരും ഇല്ല ഞാൻ പറയും കാണാപ്പാടം പഠിച്ചോണ്ട് നിൽക്കണം പറയണം. ഞങ്ങൾ മൂന്നുപേരും സൂര്യ ടി വിന്ന് തന്നെയാണ് വന്നത്. റബേക്ക ചേച്ചീനെ ഞാൻ ശ്രീജിത്തേനാണ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ പുതിയ സ്റ്റോറീസിൽ ചേച്ചി വീട്ടിൽ വന്ന് സർപ്രൈസ് ഒക്കെ തന്നായിരുന്നു. ഫസ്റ്റ് സർപ്രൈസ് കൊടുത്ത് ഞാനുണ്ടോ. പിന്നെ ശ്രീജിത്തേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് ലാഫിംഗ് വില്ലയുടെ ക്യാമറമാനായിട്ടാണ്. പിന്നെ ചേട്ടനെ കാണുന്നത് ഡയറക്ടറായിട്ടാണ്. കുട്ടനാടൻ മാർപ്പാപ്പയിൽ ചെറിയ റോൾ ചെയ്തിരുന്നു. ഇനിയും ഒരുപാട് മൂവീസ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിലെല്ലാത്തിലും എന്നെയും വിളിക്കണം, ഞാൻ എന്തായാലും വരും. ഓക്കെ, പിന്നെന്താണ്, ഓൾ ദ ബെസ്റ്റ്, വെൽക്കം. അത് സത്യം. താങ്ക് യു. ഓക്കെ.
നല്ല തിരിച്ചു റെഡി റെഡി ഇവിടെ നോക്കണേ. ഞാനിപ്പോ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു, ഇവിടെ വന്നു കയറിയവരൊക്കെ പലതും പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ലാത്ത പല ബോംബുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം അല്ലേ? വെറുതെ നിൽക്കല്ലേ, മൈക്കറട്ടെ. വെറുതെ നിൽക്കല്ലേ, മൈക്കറട്ടെ. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? പറയാനുണ്ടാകും, നമുക്ക് കേൾക്കണ്ടേ? പ്രതീക്ഷിക്കുന്നു. കൗണ്ടർ അടിക്കാൻ വേണ്ടി ഞാൻ ഏട്ടനെ കൊടുക്കുവാണ്. വാലന്റൈൻസ് ഡേ പൂ കിട്ടിയില്ലെന്ന് എനിക്ക് ആരും തന്നില്ലായിരുന്നു. ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു. ഞാനാണ് ഒരുപാട് പേർക്ക് കൊടുക്കുന്നത്. ഇനി ശ്രീധനെ കുറിച്ച് പറയട്ടെ. ശ്രീധുമായിട്ട് നല്ല വർഷങ്ങളുടെ ബന്ധമുണ്ട്. ശ്രീധന്റെ തുടക്കകാലം തൊട്ട് നമുക്കറിയാവുന്ന ആളാണ്. റബേക്കയും ആർട്ടിസ്റ്റാണ്, നമുക്ക് അറിയുന്നതാണ്. ഇന്ന് നിശ്ചയമല്ലേ, വിവാഹം, മനസ്സമ്മതം, എന്തായാലും ഇതൊക്കെ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ആയുരാരോഗ്യ സന്താന സൗഭാഗ്യങ്ങളോട് കൂടിയ സുദീർഘമായ മനോഹരമായ ദാമ്പത്യ ജീവിതം രണ്ടുപേർക്ക് നേരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു പ്രണയ ദിനത്തിൽ ഇവരുടെ പ്രണയമിത്രത്തിൽ സഫലമാകുന്നതിൽ വലിയ സന്തോഷം. എല്ലാവിധ നന്മകളും നേരുന്നു. മൈക്ക് ചാക്കോച്ചനെ മാറും. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. എനിക്ക് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയുടെ ആഘോഷ ചടങ്ങിലാണ് ഇവരുടെ രണ്ടുപേരുടെയും സംഭവം നമ്മൾ വാക്ക് ഉറപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടി ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഒരു അനക്കമില്ല. അപ്പം ഞാനും വിഷു വന്ന് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സംശയം, ദൈവമേ പറഞ്ഞ വാക്ക് വെറുതെ ആയി പോവോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായി. പക്ഷേ നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചിരിക്കും, അതെനിക്ക് പറയാനുള്ളൂ. എന്തായാലും പൊളിച്ചു. ഒരുപാട് സന്തോഷം കാണാൻ. ഇഷ്ടത്തോടുകൂടി ചെറിയ ചെറിയ ഇണക്കങ്ങളും പണക്കങ്ങളുമായിട്ട് മുമ്പോട്ട് പോകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. കാണാം. ഫുൾ ഇൻസ്പിറേഷൻ ചേട്ടനും പ്രിയ ചേച്ചിയാണ്. അങ്ങനെ ഞാൻ മാത്രം അനുഭവിക്കണമല്ലോ, അനുഭവിക്കട്ടെ. ഞങ്ങളുടെ ചേച്ചി എപ്പോഴും ചേച്ചിയാണ് കൂടുതലും പറയാറ്. അടുത്ത അതിന്റെ പേര് സന്തോഷം. എനിക്ക് മാർഗംകളി പോലെ ഒരു സിനിമ തന്ന ആളാണ്. ഈ വാലന്റൈൻസ് ഡേയുടെ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിയുന്ന ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഞാൻ ഹാപ്പിയാണ്. ചേട്ടാ ഇന്ന് നന്നായിരിക്കുക. പോരെ ഇനി എന്താ? രണ്ട് നായകന്മാരെ പറഞ്ഞോളൂ. പറഞ്ഞു, നീ എന്താ പറഞ്ഞൊന്നും മുഴുവനാക്കില്ല. ഇല്ല, വളരെ സന്തോഷം. രണ്ട് നായകന്മാരും രണ്ട് സഹനടനും ഒരു നിർമ്മാതാവും എന്റെ ചുറ്റും നിൽക്കുക. ഇതിനപ്പുറം ഇനി ഒന്നും വേണ്ട. നീ കാര്യം പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞു. പാട്ട് പാടാം. മാർഗംകളിയിലെ പാട്ട് തന്നെ പാടാം. രമേശ് ചേട്ടനുള്ളതുകൊണ്ട് കളിയാക്കരുത്. ഇല്ല, ഞാൻ കളിയാക്കില്ല. ദാസേട്ടനും പോയി പാടാൻ പോലും പേടിയില്ല. ചേട്ടനും പോയി പാടാൻ പേടിയാ. അതുകൊണ്ടാണ് പാടും. നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ. ചേട്ടാ മ്യൂസിക് ഉണ്ട്, എത്ര ഉള്ളൂ. താങ്ക് യു. മ്യൂസിക്കോട് കൂടി വന്നൂടെ? മ്യൂസിക്കോട് കൂടി വന്നോ. ഇപ്പഴാ പുള്ളിക്ക് ശ്രുതി കിട്ടിയത്. നീ എന്തിനാ പാടണം എന്നുള്ളത്. നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ. നീ എന്റെ സ്വന്തമല്ലേ, നീ എന്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, എന്റെ പൂന്തളിരല്ലേ.
ബേബി ചേച്ചിക്ക് എന്തെങ്കിലും ബാബുച്ചയ്ക്ക് മൈക്ക് കൈമാറുകയാണ്. എന്റെ പുറകെ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു. കുട്ടനാടൻ മാർപ്പാപ്പ ഫിലിമിൽ വർക്ക് ചെയ്ത എല്ലാവരെയും തന്നെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രത്യേകം പറഞ്ഞാണ് ചാക്കോച്ചൻ സർപ്രൈസ് ആയിട്ടാണ് ചാക്കോച്ചിനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നത്. എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുവാണ്. അഭിചേട്ടൻ, സൗഗന്ധേട്ടൻ എല്ലാവരെയും വിളിക്കുക. സജിത്തേട്ടൻ, സുനിലേട്ടൻ എവിടെ? എല്ലാവരും മാർഗംകളിയും ഉണ്ട്. കുട്ടനാടൻ മാർപ്പാപ്പ എന്ത് വേണം, എല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നാൽ മാസ്റ്റേഴ്സിന്റെ ക്യാമറയൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വെക്കണം. ഒരു കയ്യടിക്ക് കൊടുക്കാൻ കൈയടിക്കാമോ ഒന്ന്? റബേക്കയുടെ ചേച്ചിനെയും ഫാമിലിനെയും കൂടി വിളിക്കുവാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടോ, നീ ഇതിലിങ്ങനെ ആവാഹിച്ച് നിന്നെ ആ കല്യാണം വീട്ടിൽ വെച്ച് എനിക്ക് ഭയമായി. ഏതോ ഒരു അപരിചനോട് നിന്റെ ഫീലൊക്കെ അടിച്ചു. പണ്ട് അശോകൻ ഉച്ചയ്ക്ക് ഇവന് അനുജ ഇവനെ പറയട്ടാ എന്ത്
ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കല്യാണ വീടുകളിൽ വരുന്നത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇല്ല ചേട്ടനില്ലാതെ ഞാൻ എന്ത് പറയാനാട്ടാ, പിന്നെ വേണ്ടേ. അതിനുശേഷം ഞങ്ങളുടെ വളരെ അടുത്ത ഇപ്പൊ ഹരീഷ് കണാരൻ ഇവിടെ കടന്നു വരികയാണ്. ഹരീഷ് കണാരന്റെ കുടുംബവും സ്വാഗതം. ഒന്ന് കൈയടിച്ചു കൊടുക്കാട്ടോ നമുക്ക് എല്ലാവർക്കും. നന്മകൾ നേർന്നുകൊണ്ട് നല്ല ആശംസകൾ നേരുന്നു. ഞാൻ സലിമേട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ധർമ്മത്തിന് ഭാവുകൾ നേരുകയാണ്. ആദ്യം പിന്നെ ശ്രീത്തും റബേക്ക അങ്ങനെ എന്താ ഞാൻ പറയേണ്ടത്? ഒന്നും പറയേണ്ടെന്നാ പറയേണ്ടത്. പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത്. എന്നാലും ഈ പ്രണയ ദിനത്തിൽ ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ദിനത്തിൽ തന്നെ ആ പ്രണയ ജോഡികൾ ഒന്നായിത്തീരുന്ന ആ മുഹൂർത്തത്തിൽ സന്നിഹിതരാവാൻ സാധിച്ചതിൽ എൻ്റെ കുടുംബ സമേതം തന്നെ, എൻ്റെ സുഹൃത്ത് സമേതം തന്നെ അവിടെ ഇരിക്കട്ടെ തെച്ചു. ഞാൻ പറഞ്ഞു താഴത്തായി പോയി. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കല്ലേ ബാദുഷ, നിങ്ങൾ ശല്യപ്പെടുത്തില്ല. കുടുംബസമേതം തന്നെ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും പ്രണയിച്ച് ജീവിത ജോഡികളായി തീർന്നവരാണ്. അപ്പോ ഇനി പ്രണയമൊക്കെ നിർത്തി സൗഹൃദത്തിലേക്ക് കടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രണയവും സൗഹൃദവും അത് രണ്ടും രണ്ടാണ്. പ്രണയം എന്ന് വെച്ചാൽ കുപ്പിയിൽ അടച്ചു വെച്ച വെള്ളമാണ്. സൗഹൃദം എന്ന് വെച്ചാൽ അതൊരു നദിയാണ്, അതിന് ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ നല്ല സുഹൃത്തുക്കളായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള നല്ല സുഹൃത്തുക്കളാകുമ്പോൾ അവിടെ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും. ആ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അവിടെ വഴക്കുകൾ അപ്രത്യക്ഷമാകും. പോലെ കുട്ടികളുണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു നിർത്തുന്നു. നമസ്കാരം. അടുത്തത് ഹരീഷ് കണാരൻ. ഒന്നുമില്ല. അതെ, എനിക്കും ബാദുക്കായ്ക്കും മാത്രം അവകാശപ്പെട്ടൊരു പ്രണയമാണെന്ന് വേണമെങ്കിൽ പറയാം. മിന്നാമിനുങ്ങ് എന്ന സിനിമയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവാർഡ് കിട്ടിയിട്ടുള്ള, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള പടത്തിൽ എൻ്റെ മകളായിട്ട് അഭിനയിക്കാൻ വന്നതായിരുന്നു റബേക്ക. അപ്പോൾ ലാഫിംഗ് വില്ലയിലെ ക്യാമറാമാനായിട്ട് ജിത്തു. ലാഫിംഗ് വില്ലയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. അപ്പം ഞാൻ ചോദിച്ചത് ആരെവിടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള്. അങ്ങനെ ഞാൻ അതിൻ്റെ താവഴി അന്വേഷിച്ച് പോയപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ, അല്ലേ, ആ സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചെത്തിയപ്പോഴാണ് ഇവരുടെ പ്രണയം മനസ്സിലായത്. പിന്നെ ഒരു ഹംസി ഞാനും, ഹംസം ബാദുക്കായും, വേറൊരു ഹംസം അത് കഴിഞ്ഞ് വീട്ടിൽ ഈ വിഷയം പറഞ്ഞതിന് ശേഷം റബേക്കയുടെ അപ്പൻ എന്നെ വിളിച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ക്ലാസ്സാണ്. മാറിയിട്ട് ഞാൻ എൻ്റെ സകല ക്ഷമയും എടുത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു 2 വർഷം അവരെ പ്രണയിക്കാൻ അനുവദിക്കൂ, ഈ പ്രണയം കൂടുകയാണെങ്കിൽ ഇടട്ടെ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞ് കയ്യും കാലും പിടിച്ച് അതിനുള്ളൊരു സാഹചര്യം ഞാനും ബാദുക്കായും കൂടി
ഇവർക്ക് ദേഷ്യം വരാറുണ്ടോ? എന്താണ് തുറന്ന് പറയാനുള്ളത്? പറയൂ. ഇനിയൊരു അവസരം തരില്ല, ഇനിയൊരു അവസരമില്ല. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. അടി വീഴാതെ ഞാൻ നോക്കിക്കോളാം. സമയം നോക്കി എൻഗേജ്മെന്റ് നടത്തി തിരിഞ്ഞിരിക്കുന്ന സമയം. പിന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് നടക്കുക. എൻഗേജ്മെന്റ് ഒക്കെ നമ്മൾ ചിലപ്പോൾ മറക്കും. അപ്പൊ കറക്റ്റ് വാലന്റൈൻസ് ഡേയിൽ കൊണ്ടായിട്ട് ഇനി മറക്കില്ല. എന്തായാലും മാർപ്പാപ്പ തൊട്ട് കേൾക്കുന്നതാണ് ഇവരുടെ കല്യാണം. കുറേ നാളെ ഷൂട്ട് തൊട്ടേ കേൾക്കുന്നതാണ്, എപ്പോൾ കെട്ടും എപ്പോൾ കെട്ടും. അവസാനം ലോക്കാക്കി. അപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും. അപ്പം ഇനി വിടണ്ട, മുറുക്കെ പിടിച്ചോ. അടുത്ത സിനിമയുടെ നായിക ആരാന്ന് അറിയാലോ. അപ്പം അതുകൊണ്ട് ഇപ്പോഴേ മുറുക്കെ പിടിച്ചേക്ക്. ഞാൻ ആരാന്ന് പറയുന്നില്ല, അത് നിങ്ങൾ കാണുമ്പോൾ അറിയാം.